അപ്പം 50 വയസ്സുള്ള ഒരു വിദേശ ഇന്ത്യക്കാരനാണെങ്കിൽ അദ്ദേഹം ഒരു ഹോം ലോൺ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 30 വർഷം കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏജ് കൊണ്ട് തന്നെ 80 വയസ്സിലേക്ക് കടക്കും. പിന്നെ 80 വയസ്സ് വരെ ഈ ജോലിയും ബിസിനസ്സും ഒക്കെ ആയിട്ട് തുടരുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സാധാരണ രീതിയിൽ ബാങ്കുകൾക്ക് അത്രയൊരു കൺവിൻസിങ് ആയിരിക്കില്ല. അപ്പോൾ 55 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു ബ്രാക്കറ്റിലാണ്, ഒരു റേഞ്ചിലാണ് സാധാരണ രീതിയിൽ വിദേശ ഇന്ത്യക്കാരുടെ ഹോം ലോണുകൾ അവസാനിപ്പിക്കേണ്ട കാലം. അപ്പം 45 വയസ്സുള്ള ഒരു വിദേശ ഇന്ത്യക്കാരനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് 10 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ പരമാവധി കാലാവധി കിട്ടും. 30 വയസ്സുള്ള ഒരാളാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് 25 വർഷം വരെ കിട്ടിയേക്കാം, 30 വർഷം വരെ കിട്ടിയേക്കാം. ഇങ്ങനെയാണ് കാലാവധി നിശ്ചയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏജും ജോലി കണ്ടിന്യൂഷനും ഒക്കെ ഉള്ള ഒരു സാധ്യത പോസിബിലിറ്റി നോക്കിക്കൊണ്ടു. ചില സാഹചര്യങ്ങളിൽ ചില ഇടപാടുകാർ പറയും, എനിക്ക് എത്ര നാൾ വേണമെങ്കിലും അവിടെ ജോലി ചെയ്യാം, എൻ്റെ കമ്പനിയിൽ തടസ്സമില്ല, അവിടെ 60 വയസ്സെന്നോ അല്ലെങ്കിൽ 65 വയസ്സെന്നോ 70 വയസ്സെന്നോ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു നിബന്ധനകളോ നിയന്ത്രണങ്ങളോ ഇല്ല, എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം എനിക്ക് അവിടെ ജോലി ചെയ്യാം എന്നുള്ള രീതിയിലാണ് എൻ്റെ കോൺട്രാക്ട് എന്ന് പറയുന്ന ചില ഇടപാടുകാരുണ്ടാവും. കൂടുതൽ അങ്ങനെയുള്ള ആളുകൾ ആ രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഒരു പേപ്പർ ഡോക്യുമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ ബാങ്കുകൾക്ക് അതനുസരിച്ച് അദ്ദേഹത്തിന് 60 വയസ്സിന് മേലെ 70 വയസ്സ് വരെ കൊടുക്കാൻ ഓരോ ബാങ്കുകളുടെയും ഒരു രീതി അനുസരിച്ച് അങ്ങനെ വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കാം.